അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞായറാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നത്. 2 ദിവസമായി വീഡിയോസ് ഒന്നും ഇടാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. നല്ല തിരക്കെന്ന് നല്ല തിരക്കാണ്, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണാം. രാവിലെ തന്നെ ഞാൻ അടുക്കളയിലേക്ക് വരുമ്പം തന്നെ അനിയത്തി ചിക്കൻ റോളിനുള്ള ദോശയൊക്കെ ചുട്ട് തീർന്നിട്ടുണ്ട്. പിന്നെ ഞാനിതാ എൻ്റെ ഡ്യൂട്ടിയിലേക്ക് കയറിയിട്ടുണ്ട്. പിന്നെ വേഗം തന്നെ പഴമൊക്കെ ഒന്ന് കുക്കറിൽ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് തന്നെ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഇത് വേവുന്ന സമയം കൊണ്ട് ചായ കുടിക്കാമല്ലോ. ഇത് പിന്നെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടുള്ള പഴം പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചത്. അങ്ങനെ 2 അടുപ്പും ഏറ്റെടുത്തിട്ടുണ്ട്. പിന്നെ 3ാമത്തെ അടുപ്പിൽ ഞാൻ ഒരു ഗ്ലാസ് കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ വേഗം ഞാൻ ചായ കുടിച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ച്. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ ഞാൻ മുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. പിന്നെ കായടക്ക് വേണ്ടിയിട്ടുള്ള പണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് അതിൻ്റെ ഉള്ളിയും പിന്നെ നട്ട്സൊക്കെ ഇട്ടിട്ട് വഴറ്റിയതിന് ശേഷം മുട്ട അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് സെറ്റാക്കി എടുക്കണം. പിന്നെ ഇത് അതിൻ്റെ ഇടയിൽ നാസ്തക്ക് വേണ്ടിയിട്ട് തലേന്ന് രാത്രിയിലെ ചില്ലിയും പൊറോട്ട ഉണ്ടായിട്ടില്ലേ, അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഒടിച്ചിട്ടിട്ട് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. ഏകദേശം എല്ലാവരും ഇതിൽ തന്നെ പോകും. പിന്നെ ചില്ലി ഉണ്ട്, കുറച്ച് ചപ്പാത്തിയും കൂടെ ചൂടാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മളെ മുട്ടൻ്റെ പണ്ടം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉരുട്ടിയെടുക്കണം. പിന്നെ ഇത് അതിൻ്റെ ഇടയിൽ പഴം വെന്തിട്ടിട്ടുണ്ട്. പിന്നെ അതൊന്ന് ഗ്രൈൻഡറിലിട്ട് അരച്ചെടുക്കുന്നു. ആദ്യത്തെ സ്റ്റെപ്പ് അരച്ചെടുക്കുന്നുണ്ട്. അനിയത്തിൻ്റെ ദോശയൊക്കെ ചുട്ടിട്ട് ഇതാ ചിക്കൻ റോള് റെഡിയാക്കി എടുക്കുന്നുണ്ട് ഓള്. അങ്ങനെ ആദ്യത്തെ ട്രിപ്പ് കായിടേണ്ടത് അരച്ചെടുത്തിട്ട് അത് റെഡിയാക്കി എടുക്കുകയെന്ന്. 2ാമത്തത് വേവുമ്പൊക്കെ ഇത് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ച്. ഇതൊക്കെ ഫ്രൈ ചെയ്തിട്ട് കൊടുക്കേണ്ടതാണ്. ഒരു ഉച്ചക്ക് 2 മണിയാകുമ്പോഴേക്ക് കൊടുക്കണം. അപ്പോൾ രാവിലെ തന്നെ പണിക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഫ്രോസൺ അല്ലാത്തതുകൊണ്ട് തന്നെ പിന്നെ രാവിലെ തന്നെ ഉണ്ടാക്കിയിട്ട് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ച്. ഫ്രിഡ്ജിലൊന്നും വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് പിന്നെ ഇതാ ഞാൻ നാസ്ത കഴിക്കുമ്പം തന്നെ പഴവും പിന്നെ കട്ടൻ ചായയും ചപ്പാത്തിയും പിന്നെ ചില്ലിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ആൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എണീറ്റ് വന്നത്. അതുകൊണ്ട് പിന്നെ എല്ലാം ഒന്നിച്ച് കൊടുത്ത് ഞാനിതാ ഒത്തു പൊറോട്ടയും കഴിച്ച്. അങ്ങനെ നാസ്തയൊക്കെ കഴിച്ചതിന് ശേഷം ഇതാ ഇനി ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു 11 മണിയാകുമ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിനകത്തേക്ക് ഒരു കല്യാണം ഉണ്ടായിരുന്നു. ഓള് കല്യാണത്തിന് പോയിട്ടുണ്ട്. ഞാനിനി ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞായറാഴ്ചത്തെ പുകിലാണ് ഈ കാണുന്നത്. നോക്കറോ എല്ലാം അലങ്കോലായിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട്. 150 കായയുടെ മാത്രം ഉണ്ടാക്കി എടുത്തിട്ട് ബാക്കി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഇതാ പഴം വണ്ടി വന്നേരം വീണ്ടും ഞാൻ വാങ്ങിയിട്ട് അതും വെച്ചിട്ടുണ്ട്. പിറ്റേന്നേക്കും കൂടി വേണം, അതുകൊണ്ടാണ് പഴം വീണ്ടും വാങ്ങിയത്. പിന്നെ ഇതൊക്കെ റെഡിയാക്കിയതിന് ശേഷം ബാക്കി കായയുടെ ഒക്കെ സെറ്റാക്കിയിട്ട് അവിടെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അതവിടെ മാറ്റി വെച്ചത്. സമയമില്ല. 2 മണിയാകുമ്പോൾ ഇത് കൊടുക്കാനുണ്ടല്ലോ. അപ്പോൾ 12 മണിയായിട്ടുണ്ട് ഇത് ഫ്രൈ ചെയ്യാൻ തുടങ്ങുമ്പം തന്നെ. അങ്ങനെ വേഗം ഞാൻ എണ്ണ ഒഴിച്ചിട്ട് അതൊക്കെ ചൂടായി വരുമ്പം അതിലേക്ക് കായയുടെ ഓരോന്ന് ഇട്ട് കൊടുക്കുകയെന്ന്. പിന്നെ കായയുടെയും ഇനി എന്ത് ഐറ്റംസ് ആയാലും നല്ല തീയും വേണം, കുറച്ച് നല്ലോണം എണ്ണ ഒഴിക്കണം. അപ്പോഴേ നമ്മൾ ഉണ്ടാക്കുന്ന സാധനം നല്ല പെർഫെക്റ്റ് ആയിട്ട് കാണാൻ നല്ല മൊഞ്ചും അങ്ങനെയൊക്കെ ആയിട്ട് കിട്ടും. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ കാണാൻ നല്ല മൊഞ്ചൊക്കെ ഉണ്ടല്ലോ. അവർ ഒരുപാട് ഓയിലിട്ടിട്ടാണ് അതൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. പിന്നെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുമ്പം ഒരു കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് എടുക്കുന്നത് കൊണ്ടാണ് പിന്നെ കട്ട്ലറ്റൊക്കെ പൊട്ടിപ്പോകുന്നത്, പിന്നെ ചിക്കൻ റോള് പൊട്ടിപ്പോകുന്നത്, കായയുടെ പൊട്ടിപ്പോകുന്നത് എന്നൊക്കെ പറയുന്നത്. അത്യാവശ്യം എണ്ണ വേണം. അതുപോലെ തന്നെ നല്ല കാര്യം ശ്രദ്ധിക്കാനുള്ളത് നല്ല എണ്ണ ചൂടായും വേണം. നല്ലോണം തീ വേണമെന്ന് പറഞ്ഞാൽ നല്ല തീ വേണം, എന്നാലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ എല്ലാം പൊട്ടിപ്പോവും. ഇനി കായയുടെ ആയാലും പൊട്ടിപ്പോവും, ചിക്കൻ റോളായാലും കട്ട്ലറ്റ് ആയാലും എല്ലാം പൊട്ടിപ്പോവും. അത്യാവശ്യം നല്ല തീ ഉണ്ടെങ്കിലും നല്ല എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ നല്ല പോലെ കിട്ടും. അങ്ങനെ കായയുടെ ഒക്കെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കായയുടെ ഒക്കെ ഞാൻ അടിപൊളിയാക്കിയിട്ട് സെറ്റാക്കിയിട്ട് തടുപ്പയിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയെല്ലാം എൻ്റെ പരിപാടി. ഓരോ പണിയെടുക്കുന്നതിൻ്റെ ഇടക്കും ഇങ്ങനെ ഒരു പിന്നെ സമയമില്ലെങ്കിലും അതിനിങ്ങനെ മൊഞ്ചിൽ കാണാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ അത് ഒരു സാധനം ഇട്ടിട്ട് അത് ഫ്രൈ ആകുന്ന സമയം കൊണ്ട് ഞാൻ അതിനെ ഇങ്ങനെ അടുക്കി പെറുക്കി റെഡിയാക്കി വെച്ചതാണ്. അങ്ങനെ കായടൊക്കെ റെഡി ആയതിനു ശേഷം ഞാൻ ചിക്കൻ റോളും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എന്നും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഇതാ ചിക്കൻ റോള് തകൃതിയായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിനി, നിങ്ങൾ എങ്ങനെയാണ് പിന്നെ പൈസ ഒക്കെ ഡിവൈഡ് ചെയ്തെടുക്കുന്നത്, പിന്നെ അതിൻ്റെ ലാഭം എങ്ങനെയൊക്കെയാണ് നോക്കുന്നത്, ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞുതരുമോ എന്ന് വെച്ചിട്ട്. നമുക്കങ്ങനെ ഒരു പ്രത്യേക ഇതൊന്നുമില്ല. കാരണം സാധനം വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ ഓളെ കയ്യിലാ പൈസ ഉള്ളതെങ്കിൽ ഓള് സാധനം ആ പൈസ എടുത്തിട്ട് വാങ്ങും. എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ പൈസ കൊടുത്തിട്ട് വാങ്ങും. എന്നുവെച്ചാൽ സാധനം വീട്ടിൽ പരമാവധി ഓരോ സാധനവും റേറ്റ് കുറഞ്ഞെടുക്ക പോയിട്ട് തന്നെയാണ് വാങ്ങുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു 3-4 പീടിയിൽ ഞങ്ങൾക്ക് ഒരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് കയറി ഇറങ്ങേണ്ടി വരുന്നുണ്ട്. അല്ലാണ്ട് അതൊന്നും നോക്കിയിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക്
നമുക്ക് എവിടെയും ഒക്കൂല. ഇപ്പം വേറൊരു കമൻറ്റും വന്നിട്ടുണ്ടായിന്, പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഒക്കുന്നുണ്ടോ, ഞാൻ 3-4 വർഷമായി ഇതുപോലെ സെയിൽ ചെയ്യുന്നത്, ഇപ്പം നിർത്തിയാലോ എന്നൊക്കെ വിചാരിക്കുന്നത്, നിങ്ങളുടെ അവസ്ഥ എന്താണെന്നൊക്കെ ചോദിച്ചിട്ട്. ലാഭം ഉണ്ടോ ചോദിച്ചാൽ വലിയ ലാഭമൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ കറണ്ട്, ഗ്യാസ് അങ്ങനത്തതൊന്നും ഇതിൽ ഉൾപ്പെടുത്തില്ല. അതൊക്കെ ഇങ്ങനെ നമ്മൾ സാധാ വാങ്ങും പോലെ വാങ്ങുന്നതാണ്. പിന്നെ അങ്ങനെ ഒക്കെ കഴിച്ചതാണെങ്കിൽ അതിലൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ അങ്ങനെ കണക്കും കൈയൊന്നും കൂട്ടാണ്ട് ഇങ്ങനെ വാങ്ങി ആക്കി വരും, നമ്മളൊരു രസത്തിന് ഇങ്ങനെ ആക്കി കൊടുക്കുന്നതാണ്. പിന്നെ അപ്പോൾ അതുകൊണ്ട് വല്ലാണ്ട് നമ്മൾ നോക്കുന്നില്ല. പിന്നെ ഇതാ നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കി പറയാം. അപ്പോൾ ആ സാധനമൊക്കെ വാങ്ങി വന്നിട്ട് സാധനം കൊടുത്തതിന് ശേഷം പിന്നെ അതിൽ ചിലവായത് ആ പൈസ എടുത്തിട്ട് ബാക്കി വരുന്നത് രണ്ടാളും കൂടി ഡിവൈഡ് ചെയ്ത് എടുക്കലാന്ന്. അപ്പോൾ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നത്. അങ്ങനെ ഇതാ നമ്മുടെ ചിക്കൻ റോളും കായയുടെ ഒക്കെ ഫ്രൈ ചെയ്തത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും തന്നെ അനിയത്തി കല്യാണത്തിനൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഓള് സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മാവൊക്കെ കുഴച്ച് റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ ബാക്കിയുള്ള പഴമൊക്കെ ഒന്ന് വേവിച്ചെടുത്തിട്ട് അതും ഗ്രൈൻഡറിലിട്ട് അരച്ചിട്ട് ഇതാ കായയുടെ ഒക്കെ റെഡിയാക്കിയിട്ട് അതും കൊടുക്കേണ്ടവർക്ക് ഫ്രീസറാക്കേണ്ടതാണ്. അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് പാക്ക് ചെയ്തിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. ഒന്നിരിക്കാൻ പോലും സമയമില്ലാത്ത ഒരു ദിവസമായിരുന്നു ഞായറാഴ്ച. അങ്ങനെ ഇതാ വീണ്ടും ഞങ്ങൾ ഉണ്ടാക്കിയ സാധനം തന്നെ വീണ്ടും ഉണ്ടാക്കേണ്ടി വന്ന്. അങ്ങനെ ഞാൻ കായയുടെ ഒക്കെ ഫ്രീസറിൽ കയറ്റിയതിന് ശേഷം ഇതാ പിന്നെ ചിക്കൻ റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മാവ് റെഡിയാക്കി എടുക്കുകയായിരുന്നു. ഫുള്ള് ജ്യൂസിൻ്റെ അപ്പുറത്തെ ഇപ്പുറത്തൊക്കെ മറിഞ്ഞുപോയി. എന്താക്കൽ തിരക്ക് കൂടിയാൽ പിന്നെ പണി അധികമാക്കി തരലാന്ന്. തിരക്കില്ലെങ്കിൽ അതൊക്കെ ഒന്ന് വൃത്തിക്ക് ചെയ്യാനും വേണ്ടി പറ്റും. കണ്ട ദോശ എടുക്കുമ്പം തന്നെ അതും പൊട്ടിപ്പോയി. പിന്നെ നല്ല ചൂടുണ്ടായതുകൊണ്ട് കൈക്ക് അത് പറ്റിയിട്ടില്ല എന്ന് തോന്നുന്നു. പിന്നെ ഇതാ വേഗം അതൊന്നും നോക്കി നിന്നാൽ നമ്മളെ ടൈം പോകുന്നത് അറിയില്ല. ടൈമാണെങ്കിൽ ഇപ്പം നമ്മ അതിൻ്റെ അടുത്തേക്ക് ഓടി എത്താൻ നോക്കിയാലും ടൈമിന് ഒരു ഇതുമില്ല. ഞങ്ങളെ കവച്ച് വെച്ചിട്ടങ്ങ് ഓടിയാണ് ചെയ്യുന്നത്. മണിക്കുട്ടീനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. ഞങ്ങൾ മണിക്കുട്ടീൻ്റെ അടുക്ക് എത്താൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കുക, അത്ര തന്നെ. പിന്നെ ഇതാ ഞാൻ വേഗം ചിക്കൻ റോളിന് വേണ്ടിയിട്ടുള്ള ദോശ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പം തന്നെ സമയം എത്ര ആയിന്നറിയോ? വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട്. ആ ടൈമിൽ ഇതാ അനിയത്തി പിന്നെ ചിക്കൻ റോളിന് വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ റെഡിയാക്കി തന്നിട്ടുണ്ട്. അതേ അടുപ്പ് തന്നെ ഓള് ഹാഫ് മൂണിനുള്ള മസാലയും റെഡിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ചെറിയരിക്കഞ്ഞി, ഉപ്പാക്ക് നല്ല പനി എന്ന് പറഞ്ഞിട്ട് ചെറിയരിക്കഞ്ഞി ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ചെറിയരി കഴുകിയെടുക്കുകയായിരുന്നു. ഒരു അരപ്പാട്ട് ചെറിയരി എടുത്തിട്ടുണ്ട്, നെയ്ച്ചോറ് വെക്കുന്ന അരിയാന്ന്. എന്നിട്ട് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. നമ്മളെ ഇവിടെയൊക്കെ പനി വന്നാൽ എൻ്റെ വീട്ടിലെ അവസ്ഥയാണ് കേട്ടോ. ഉമ്മ ഞങ്ങൾക്ക് ഈ കഞ്ഞിയാണ് ഉണ്ടാക്കി തരല്. വേറൊന്നും കുടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ഈ കഞ്ഞി കുടിക്കാൻ വേണ്ടി പറ്റും. അച്ചാറോ ഒന്നും കൂട്ടണ്ട, ഇത് മാത്രം നമുക്ക് കുടിക്കുക. പിന്നെ അങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോട്ടോ. ആരെങ്കിലും നാട്ടിൽ ഇതുപോലെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് പറയണേ. നിങ്ങൾക്ക് ഒക്കെ പനി വന്നാൽ എന്താ കുടിക്കലെന്ന്. അത് ഞാൻ കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. നെയ്ച്ചോറിനെ പോലെയല്ല ഒഴിച്ചു കൊടുക്കേണ്ടത്, കുറച്ചധികം ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം ഇതാ ഞാൻ ചിക്കൻ റോളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ അത് വേവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതവിടെ വെച്ചിട്ടാണ് ഞാൻ ചിക്കൻ റോൾ ഉണ്ടാക്കിയെടുക്കുന്നത്. രാത്രിയേക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കിയെടുക്കണം. ഇതൊക്കെ റെഡിയാക്കിയതിന് ശേഷം അതും ഉണ്ടാക്കിയെടുക്കണം. സമയം ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോഴേക്ക് ഇതാ നമ്മുടെ കുക്കറിലിട്ട ചെറിയരി നല്ല പോലെ വറ്റി വരണ്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ എയറൊക്കെ പോയതിന് ശേഷമാണ് കേട്ടോ തുറക്കുന്നത്. അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. പിന്നെ എന്നിട്ട് ഇതാ ഇതുപോലെ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഞാനൊരു മുറി തേങ്ങൻ്റെ പാൽ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് തേങ്ങാപ്പാൽ ഇതിലേക്ക് ഇതുപോലെ ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കണം. ചില ആൾക്കാർ ഇത് മിക്സിയിലിട്ട് അടിക്കലുണ്ട്. മിക്സിയിലിട്ട് അടിച്ചതിനേക്കാളും ടേസ്റ്റ് കൈകൊണ്ട് തന്നെ നല്ല പോലെ ഒന്ന് ഉടച്ചെടുത്താലാണ്. എന്നിട്ട് അതിൻ്റെ പാലിൽ തേങ്ങാപ്പാൽ 1-ാം പാലും 2-ാം പാലും 3-ാം പാലും ഒക്കെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു പാകത്തിനുള്ള കട്ടിയാക്കിയിട്ട് ഇതുപോലെ ഇതേ പാകത്തിനാക്കി എടുക്കുക. എന്നിട്ട് അത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ചെടുത്താൽ നമ്മുടെ ചെറിയരിക്കഞ്ഞി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. പനിയൊക്കെ വന്നാൽ ഇതുപോലൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്ക്, എന്നിട്ട് പറ എങ്ങനെയുണ്ടെന്ന്. ഞാനിതൊക്കെ റെഡിയാക്കുന്ന നേരം കൊണ്ട് അതിനകത്ത് ഹാഫ് മൂണൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ചിക്കൻ റോളും ഹാഫ് മൂണും ഒക്കെ റെഡി ആയിട്ട് പാക്കാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഫ്രീസറിൽ കയറ്റണം. ഇതൊക്കെ കഴിയുമ്പോൾ രാത്രി 10 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഞായറാഴ്ചത്തെ വിശേഷങ്ങൾ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നത് വരേക്കും ബൈ.